ഇന്ന് നാം യാത്ര തിരിക്കുന്നത് ത്വാഇഫിലേക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമകരമായ ദിനം സമ്മാനിച്ചത് ഉഹദ് യുദ്ധമാണോ എന്ന്. മുത്തുനബി കൊടുക്കുന്ന മറുപടി, അല്ല ആയിഷ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമകരമായ ദിനങ്ങൾ സമ്മാനിച്ചത് ത്വാഇഫാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബക്കാർ എന്നെ കല്ലെറിയുകയും എന്നെ കൂക്കി വിളിക്കുകയും ഭ്രാന്തനെന്ന് വിളിച്ച് എന്നെ ഓടിപ്പിക്കുകയും ചെയ്ത ദിനം. എൻ്റെ ജീവിതത്തിൽ അതാണ് ആയിഷ ഏറ്റവും സങ്കടകരമായ ദിനം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ത്വായിഫ് യുദ്ധത്തിൽ ഷഹീദായ 12ഓളം വരുന്ന സ്വഹാബത്തിൻ്റെയും അരികിലൂടെയുള്ള വഴിയിലൂടെ യാത്ര തിരിച്ചാൽ ആഷിഖുർ റസൂൽ ഉമർ അൽ ഖാദി, വെളിയങ്കോട് ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹു പണിതു എന്ന് ചരിത്രത്തിൽ കാണപ്പെടുന്ന പള്ളി നമുക്ക് കാണാനാകും. മസ്ജിദുൽ ഹുനൂദ്, ഇന്ത്യക്കാരൻ്റെ പള്ളി. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ പള്ളി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് നമസ്കാരത്തിനും മറ്റു കർമ്മങ്ങൾക്കുമായി ഈ പള്ളി തുറന്നു നൽകുന്നുണ്ട്. ഒരു വെളിയങ്കോട്ടുകാരൻ എന്ന നിലക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിനമാണിത്. വെളിയങ്കോട്ടുകാരുടെ പണം കൊണ്ട് ഉമർ അൽ ഖാദി ഉപ്പാപ്പ പണിതു എന്ന് ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയ പള്ളിയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.